എന്താ ഉണ്ണി, മുഖമൊക്കെ ഇങ്ങനെ വാടിയിരിക്കണേ? എന്താ മുഖത്തൊരു വിഷമം? ഉം? ഒന്നുമില്ല. ഏയ്, അച്ഛൻ തിരുമേനിക്ക് കണ്ണനെ കണ്ടാലറിയാം. എന്താന്ന് പറയൂ. ഒന്നുമില്ല. കണ്ണൻ ഒഴിഞ്ഞു മാറി. അച്ഛൻ തിരുമേനിയുടെ മനസ്സൊന്ന് വിതുമ്പി. എന്താണാവോ? എല്ലാ പൂജകളും കഴിഞ്ഞ് നടയൊക്കെ അടച്ചതിന് ശേഷം അച്ഛൻ തിരുമേനി കണ്ണനോട് പറഞ്ഞു, ഇന്ന് കണ്ണൻ ഉറങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്താ ഉണ്ണിക്കുട്ടാ, ഈ മുഖം എങ്ങനെ വാടിയിരിക്കണേ? കണ്ണൻ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ തിരുമേനിക്ക് എൻ്റെ കൂട്ടുകാരെയൊക്കെ അറിയാലോ. അറിയാലോ. അവരുടെ ഒക്കെ വിദ്യാലയങ്ങളിൽ ഇനി 10 ദിവസത്തെ അവധിയാണത്രേ. ഓഹോ. അവരൊക്കെ അവരുടെ അച്ഛൻ്റെയും അമ്മാവന്മാരുടെയും കൂടെ ഒക്കെ മലയ്ക്ക് പോവാണ്. അതിനെന്തിനാ എൻ്റെ ഉണ്ണി വിഷമിക്കണേ? എനിക്കും അവരുടെ കൂടെ പോകണം. എന്ത് രസമായിരിക്കും. മാലയൊക്കെ ഇട്ട് ശരണമൊക്കെ വിളിച്ച് പേട്ടയൊക്കെ തുള്ളി എല്ലാവരും കൂടി പോകുമ്പോൾ അല്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോൾ കണ്ണ് നിറയുണ്ട് കേട്ടോ കണ്ണൻ്റെ. പാവം. ഓ, അതാണ് അപ്പോൾ കാര്യമല്ലേ? കുഞ്ഞു മനസ്സിലെ കുഞ്ഞു കുഞ്ഞു വേദനകൾ. അച്ഛൻ തിരുമേനി ഉണ്ണിയുടെ അടുത്ത് ചെന്നിരുന്ന് മുടിയൊക്കെ തലോടിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുണ്ണി വിഷമിക്കണ്ടാട്ടോ. ഒരു സൂത്രമുണ്ട്. മായാജാലക്കാരനായ ഗുരുവായൂരപ്പനോടാണ് തിരുമേനി സൂത്രം പറയണേട്ടോ, ഓർത്തോളൂ. കണ്ണൻ കണ്ണടച്ചുള്ളൂ, എന്നിട്ട് ഉറങ്ങിക്കോളൂ. നമുക്കിന്ന് സ്വപ്നത്തിൽ മാലയിടാം, കെട്ട് നിറയ്ക്കാം, കൂട്ടുകാരോടൊപ്പം മല ചവിട്ടാം, ശരണമന്ത്രങ്ങൾ വിളിക്കാം, പേട്ട തുള്ളാം, സന്നിധാനത്തെത്തി 18-ാം പടി ചവിട്ടാം, 18 പടിയും ചവിട്ടി ഭഗവാനെ കണ്ട് തൊഴാം, നെയ്ത്തേങ്ങയിലെ നെയ്യ് കൊണ്ട് അഭിഷേകം ചെയ്യാം, ഭഗവാനെ തൊഴുത് നമസ്കരിച്ച് പടിപൂജ കണ്ടു തൊഴാം, എന്നിട്ട് ഹരിവരാസനം കേൾക്കാം. കണ്ണൻ സ്വപ്നത്തിൽ അച്ഛൻ തിരുമേനിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ കണ്ടുറങ്ങി. അന്തരീക്ഷം മുഴുവനും ഹരിവരാസനം കേട്ട് മയങ്ങുമ്പോൾ കണ്ണൻ്റെ മനസ്സിലെ വിഷമം ഒക്കെ മാഞ്ഞുപോയി. കണ്ണൻ ഉറക്കത്തിൽ കണ്ണ് തുറന്ന് അച്ഛൻ തിരുമേനി ഒന്ന് നോക്കി, പുഞ്ചിരിച്ചു. വീണ്ടും കണ്ണുകൾ പൂട്ടി ആ സുന്ദരമായ സ്വപ്നത്തിൽ മയങ്ങി. എവിടുന്നോ ഒരു ചെറിയ അശരീരി പോലെ കേൾക്കുന്നു, അച്ഛൻ തിരുമേനി എപ്പോഴും ഇതുപോലെ കണ്ണൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. അച്ഛൻ തിരുമേനിയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണനെ തൊഴുതു. വൈകുണ്ഠനാഥ, അച്ഛൻ തിരുമേനിയുടെ ഈ ജന്മം ഈ കാൽക്കൽ എന്നേ സമർപ്പിച്ചു കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളും ഒക്കെ സാധിക്കാതെ പോകുമ്പോൾ മനസ്സ് വിഷമിച്ചിട്ടില്ലേ? എല്ലാം കണ്ണടച്ച് ഭഗവാനിലേക്ക് സമർപ്പിച്ചോളൂ. ഇന്നല്ലെങ്കിൽ നാളെ കണ്ണൻ അതൊക്കെ സാധിച്ചു തരും. സകല മനുഷ്യ മനസ്സിലെ വേദനകൾ അകറ്റുന്ന പൊന്നു ഗുരുവായൂരപ്പാ, എന്നും എപ്പോഴും കൂടെ ഉണ്ടാവണേ കണ്ണാ. സർവം കൃഷ്ണാർപ്പണമസ്തു.